ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ഒന്നാം വാർത്തയാണ് 2026 ജൂൺ 13 മലയാള മനോരമ ദിനപത്രത്തിൽ. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ബജറ്റ് അഷ്വർഡ് പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കും, പങ്കാളിത്ത പെൻഷൻ പുതുക്കും, സർക്കാർ വിഹിതം 14 ആക്കാനുള്ള നിർദ്ദേശം പരിഗണനയിൽ, അധിക ചെലവിന് പണം കണ്ടെത്തുക വെല്ലുവിളി. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. ഒരു ഉപവാർത്ത കൂടി നൽകിയിട്ടുണ്ട്. ശമ്പള കമ്മീഷനിൽ അഴിച്ചുപണിക്ക് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും ജീവനക്കാർക്ക് വേണ്ടിയുള്ള വാർത്തയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജനുവരിയിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അഷ്വർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ഇത് നടപ്പാക്കി തെരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. എങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ പദ്ധതി പ്രാബല്യത്തിലായിട്ടില്ല. ഈ പദ്ധതി UDF സർക്കാർ തുടരാനും സാധ്യതയില്ല. പകരം പങ്കാളിത്ത പെൻഷൻ ഫണ്ടിലേക്കുള്ള പ്രതിമാസ സർക്കാർ വിഹിതം അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10% നിന്ന് 14 ആയി വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയാണ് സർക്കാരിന് മുന്നിലുള്ളത്. ജീവനക്കാർ ദീർഘകാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണത്. പക്ഷേ ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന അധിക ചെലവിന് പണം കണ്ടെത്തേണ്ടി വരും. അതിനാൽ തൽക്കാലം പഠിക്കാൻ സമിതിയെ വെച്ച് പരിഷ്കാരം വൈകിപ്പിക്കുക എന്ന മാർഗത്തിലേക്ക് സർക്കാർ കടന്നേക്കാം. ഇതാണ് മലയാള മനോരമ വാർത്ത. അതിലേറ്റവും പ്രധാനം അവസാന വരിയാണ്: അതിനാൽ തൽക്കാലം പഠിക്കാൻ സമിതിയെ വെച്ച് പരിഷ്കാരം വഹിപ്പിക്കുക എന്ന മാർഗത്തിലേക്ക് സർക്കാർ കടന്നേക്കാം. എന്ന് വെച്ചാൽ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമില്ല, അഷ്വർഡ് പെൻഷൻ പദ്ധതിയുമില്ല എന്ന സ്ഥിതിയിലേക്ക് വരുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു സമിതിയെ വെക്കുക, സമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. എന്ന് വെച്ചാൽ 1 വർഷമോ 2 വർഷമോ അത് നീട്ടിക്കൊണ്ടു പോകാം. 10% നിന്ന് 14% ആക്കുന്ന കാര്യമാണ്. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിനെ മേൽ പഠിക്കാൻ വീണ്ടും കമ്മിറ്റിയെ വെക്കുന്നു. അത് വെച്ച് സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തുന്നു. പിന്നീടാണ് തീരുമാനം വരിക. അപ്പോൾ പരമാവധി നീട്ടിക്കൊണ്ടു പോകുക എന്നതാണ്. ഇതാണ് സർക്കാർ ജീവനക്കാർക്കുള്ള ഒരു വിസ്മയം, ഒളിപ്പിച്ചു വെച്ച ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വിസ്മയം. കാരണം അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞതാണ്. മറ്റൊരു വിസ്മയം നാം കണ്ടതാണ് ധവളപത്രത്തിൽ. ധവളപത്രത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് സർക്കാർ ജീവനക്കാരെ. സർക്കാർ വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് ശമ്പളവും പെൻഷനും നൽകാനാണ് ചിലവഴിക്കുന്നത് എന്നും ഇങ്ങനെ പറഞ്ഞിരുന്നു നേരത്തെയും ചില മുഖ്യമന്ത്രിമാർ. അത് ഒന്ന് A.K. ആന്റണിയാണ്. അന്ന് കേരളത്തിൽ എന്താണ് നടന്നത് എന്ന് നമുക്കറിയാം. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ എല്ലാ അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കുകയും ജീവനക്കാർ 1 മാസത്തോളം സമരം നടത്തുകയും 1 മാസം സർക്കാർ ഓഫീസുകൾ പൂട്ടിക്കെട്ടിയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച A.K. ആന്റണിയെയും നാം കണ്ടതാണ്. അതിനുശേഷം ഇക്കാര്യം പറഞ്ഞത് മറ്റൊരു മുഖ്യമന്ത്രി, അത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ട് പെൻഷൻ. അദ്ദേഹത്തെ ഏറ്റവും അലട്ടിയ വിഷയം അതായിരുന്നു. പെൻഷൻ തുക ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു, സർക്കാരിന് താങ്ങാൻ കഴിയുമോ, ആർക്ക് താങ്ങാൻ കഴിയും ഈ പെൻഷൻ വിതരണം, ഇതൊക്കെ പറയാറുണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും എന്നാണ് കെ.എൻ. ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത്, ഉത്തരവിടുകയും ചെയ്തിരുന്നു. അത് നടപ്പാക്കില്ല എന്നാണ് ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രഖ്യാപനം ബജറ്റിലുണ്ടാകും. പകരം പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെ തിരിച്ചു കൊണ്ടുവരും. 10% സർക്കാർ വിഹിതത്തിൽ നിന്ന് 14% ഉയർത്തും. അതാണ് ജീവനക്കാരുടെ ആകെയുള്ള ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് എപ്പോൾ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മലയാള മനോരമ തന്നെ പറയുന്നുണ്ട്. മലയാള മനോരമ പറയുന്നത് തൽക്കാലം ഉണ്ടാകില്ല, നീട്ടിക്കൊണ്ടുപോകും എന്നാണ്. അങ്ങനെ വിസ്മയത്തിനായി കാത്തിരുന്ന സർക്കാർ ജീവനക്കാരുടെ മുന്നിലേക്ക് മണ്ണുവാരിയിടുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നർത്ഥം. എന്തായാലും സർക്കാർ ജീവനക്കാർ വലുതായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മലയാള മനോരമ തന്നെ പറയുന്നത്. അപ്പോഴും ചില ആശ്വാസം മലയാള മനോരമ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാമെന്ന്. എന്തൊക്കെയാണ്? DA കുടിശ്ശിക നൽകുക, ഭവന വായ്പാ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ തീരുമാനങ്ങളും ബജറ്റിൽ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നു. ബജറ്റിൽ ജീവനക്കാർക്കുള്ള വിസ്മയം ഉണ്ടാകുമെന്നും മെഡിസെപ്പ് പദ്ധതി നിയമവശം പരിശോധിച്ച ശേഷം പരിഷ്കരിക്കാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ ഈയിടെ അറിയിച്ചിരുന്നു. അപ്പോൾ മെഡിസെപ്പിൻ്റെ ഭാവി എന്താണ് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അടുത്ത വർഷം മെഡിസെപ്പിൻ്റെ ഘട്ടത്തിൽ ഇത് പരിഷ്കരിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കുന്നു. കമ്മിറ്റി വരുന്നു, കമ്മിറ്റി പഠിക്കുന്നു, പഠനം നീണ്ടു പോകുന്നു. അതേക്കുറിച്ച് ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച ചെയ്യാൻ ഒരു കമ്മിറ്റിയെ വെക്കുന്നു. അങ്ങനെ ചർച്ചയും കമ്മിറ്റി, ചർച്ച, കമ്മിറ്റി എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ മെഡിസെപ്പിൻ്റെ
കാര്യവും സ്വാഹ. ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം അതിൻ്റെ സൂചനയാണ് ധവളപത്രത്തിൽ നൽകിയത്. കാരണം സർക്കാർ ജീവനക്കാർക്ക് വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. സർക്കാർ ജീവനക്കാർ കാത്തിരുന്നോ? UDFന് വോട്ട് ചെയ്ത, UDFനെ ജയിപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്ത കോൺഗ്രസ്സുകാരായ സർക്കാർ ജീവനക്കാർക്ക് കിട്ടാൻ പോകുന്നത് വലിയ ഒരു ഉണ്ടയായിരിക്കും എന്നാണ് ഇപ്പോൾ മലയാള മനോരമ തന്നെ പറയുന്നത്.